ശരി, അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ, ഇപ്പോൾ ഹൈക്കോടതിയുടെ 2 ബെഞ്ചുകൾ നടത്തുന്ന പരാമർശങ്ങളാണ് ഏറ്റവും പ്രധാനമാകുന്നത്. ഇപ്പോൾ ജാമ്യ ഹർജി പരിഗണിക്കുന്ന ഘട്ടങ്ങളിൽ അതിശക്തമായി സിംഗിൾ ബെഞ്ചിൽ നിന്നും വിമർശനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. SIT-യുമായി ബന്ധപ്പെട്ട് തന്നെ വിമർശനങ്ങൾ ഉണ്ടാകുന്നു. അതേസമയം ദേവസ്വം ബെഞ്ചാകട്ടെ SIT-യെ പൂർണ്ണമായും പിന്തുണയ്ക്കുകയാണ്. SIT ഹൈക്കോടതി തന്നെ നിയോഗിച്ചതാണ്, ഹൈക്കോടതി തന്നെ പിക്ക് ചെയ്ത ഉദ്യോഗസ്ഥരാണ് ഇതിലുള്ളത്. അതുകൊണ്ട് തന്നെ കോടതിക്ക് ഉദ്യോഗസ്ഥരിൽ പൂർണ്ണ വിശ്വാസമാണ്. വിശ്വാസം എന്നതിനപ്പുറം മുന്നോട്ട് പോകാനാകാത്ത വിധത്തിൽ ഇതാകെ കൂടി കുഴഞ്ഞു കിടക്കുന്നു എന്ന രീതിയിലും ആകാമല്ലോ. SIT ഉദ്യോഗസ്ഥർക്ക് വേറെ എന്തെങ്കിലും താല്പര്യമുണ്ടായതുകൊണ്ടല്ല, ഈ തൊണ്ടി കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിലേക്ക് എത്താൻ പറ്റുമോ എന്നുള്ള കാര്യം ഇപ്പോഴും വ്യക്തമല്ല. അപ്പോൾ പിന്നെ അതില്ലാതെ എങ്ങനെയാണ് കുറ്റപത്രം സമർപ്പിക്കുക? അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട എനിക്ക് തോന്നുന്നത് ഡിവിഷൻ ബെഞ്ച് എന്തുകൊണ്ടാണ് ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട ഒരവസ്ഥ ഉണ്ടായത്. ആ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു സാധാരണ അന്വേഷണം നടത്തിക്കഴിഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള സാധാരണ പോലീസ് ഉദ്യോഗസ്ഥർ അത് അന്വേഷിക്കുകയും സാധാരണ ഒരു പ്രഹസനം പോലെ അത് മാറുകയും ചെയ്യുമോ എന്നുള്ള സംശയമുള്ളത് കൊണ്ടാണല്ലോ ഹൈക്കോടതി തന്നെ ഹാൻഡ് പിക്ക് ചെയ്ത, അല്ലെങ്കിൽ ഹൈക്കോടതി അത്രയ്ക്ക് വിശ്വാസത്തിലെടുത്ത ഉദ്യോഗസ്ഥർ അടങ്ങുന്ന ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ രൂപീകരിക്കാനും അതിനുശേഷം ആ ടീം ഹൈക്കോടതിയോട് റിപ്പോർട്ട് ചെയ്യണം. അത് ഇടയ്ക്കിടയ്ക്ക് കാലാവധി അനുസരിച്ച് അത് ഹൈക്കോടതിയിൽ തന്നെ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് പലപ്പോഴും കോൺഫിഡൻഷ്യലായിട്ട് കേൾക്കുകയും ഹൈക്കോടതി വിളിച്ച് അവരെ കേൾക്കുകയും വളരെ ശക്തമായിട്ടുള്ള പലപ്പോഴും താക്കീതുകൾ അല്ലെങ്കിൽ ശക്തമായിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തിട്ടാണ് ഇത്രയെങ്കിലും എത്തിയത് എന്നാണ് സാധാരണക്കാരായിട്ടുള്ള പുറത്തു നിൽക്കുന്നവർക്ക്. ഇപ്പം എന്താണ് അതിനകത്ത് നടന്നതെന്ന് അറിയില്ല എന്നൊക്കെ ഇപ്പോൾ പറയുന്നത് കേട്ടു. പക്ഷേ നമുക്ക് മനസ്സിലായത് റിപ്പോർട്ടുകളിൽ നിന്നും കോടതിയുടെ ഓർഡർ പുറത്തു വന്നതിൽ നിന്നും ഒക്കെ മനസ്സിലാകുന്നത്, ഇങ്ങനെ ഒരു ടീമിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത് തന്നെ ഹൈക്കോടതി ആദ്യം ഒരു അവിശ്വാസം രേഖപ്പെടുത്തിയതുപോലെയാണ്. സാധാരണ ഇൻവെസ്റ്റിഗേഷൻ നടന്നു കഴിഞ്ഞാൽ എങ്ങും എത്താതെ പോകുന്ന ഒരു അവസ്ഥയായിരുന്നു. അവിടെ നിന്ന് എല്ലാവരും ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെട്ടവരൊക്കെ എല്ലാവരും ഇത് നേരത്തെ പ്രതികരിച്ചിരുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല, ഒരു ഡിനയൽ മോഡിലായിരുന്നു. അതിനുശേഷം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം വന്നു, ഹൈക്കോടതി നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ്. അതുകൊണ്ടാണ് ഇത്രയെങ്കിലുമൊക്കെ പോകാൻ പറ്റിയത്, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, ഈ പലരും പറയുന്നത് പോലെ അല്ലെങ്കിൽ ഭരണപക്ഷം പറഞ്ഞ് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് പോലെ ഒരു കോൺഫ്ലിക്റ്റ് ഇല്ല. സിംഗിൾ ബെഞ്ചും ഡിവിഷൻ ബെഞ്ചും തമ്മിലൊരു കോൺഫ്ലിക്റ്റ് ഒന്നുമില്ല. ഡിവിഷൻ ബെഞ്ച് നോക്കിക്കൊണ്ടിരിക്കുന്നത് SIT അതിൻ്റെ ജോലി ഭംഗിയായിട്ട് നിർവഹിക്കുന്നുണ്ടോ എന്നാണ്. അത് താങ്കൾ പറഞ്ഞതുപോലെ ഒരു ആത്മവിശ്വാസം നൽകുന്ന രീതിയിൽ അവർക്ക് സപ്പോർട്ടായിട്ട് നിന്നുകൊണ്ട് ഹൈക്കോടതി പൂർണ്ണമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ കൊണ്ട് ചെയ്യിക്കാവുന്ന അത്രയും അവിടെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് സഹകരണം ഉണ്ടാകുന്നുണ്ടോ, അൺഡ്യൂ ഇൻഫ്ലുവൻസ് ചെലുത്താൻ ഡയറക്റ്റായിട്ട് പറയുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. കാരണം ഡയറക്റ്റായിട്ട് ഹൈക്കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ഒരു കേസിൽ ആരും SIT മെമ്പേഴ്സിൻ്റെ അടുത്ത് ഒരു ഡയറക്റ്റ് ഇൻ്റർഫിറൻസ് ഉണ്ടാകാനുള്ള സാധ്യത ഇല്ലെന്ന് കൂട്ടിയാൽ കൂടി പലപ്പോഴും നിസ്സഹകരണ മനോഭാവമാകാം, SITക്ക് ആവശ്യമുള്ള സഹായം ചെയ്യാതിരിക്കുന്നതാകാം. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ കോടതിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള കമൻറ്റുകളോ അല്ലെങ്കിൽ അതിനെ പരിഹാസ രൂപേണ തള്ളിക്കളഞ്ഞതുകൊണ്ടോ ഒന്നും പ്രശ്നമില്ലാതാകുന്നില്ല. അതിൽ ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്താണ് സിംഗിൾ ബെഞ്ചിൻ്റെ ഇതിനെപ്പറ്റി പരാമർശിച്ചതെന്നറിയില്ല. നേരത്തെ ഒരു ഇമ്മ്യൂണിറ്റി ഉണ്ടെന്നൊക്കെ പറഞ്ഞതുകൊണ്ട് സഭയിലെ പല കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതിന് സാധാരണ ഇമ്മ്യൂണിറ്റി ഉണ്ട്. പക്ഷേ ആർട്ടിക്കിൾ 211 വായിച്ചു നോക്കണം. അതിൽ പറയുന്നത്, നോ ഡിസ്കഷൻ ഷാൽ ടേക്ക് പ്ലേസ് ഇൻ ദ ലെജിസ്ലേച്ചർ ഓഫ് എ സ്റ്റേറ്റ് വിത്ത് റെസ്പെക്ട് ടു ദ കോണ്ടക്ട് ഓഫ് എനി ജഡ്ജ് ഓഫ് ദ സുപ്രീം കോർട്ട് ഓർ ഓഫ് എ ഹൈക്കോർട്ട് ഇൻ ദ ഡിസ്ചാർജ് ഓഫ് ഹിസ് ഡ്യൂട്ടീസ്. ജസ്റ്റിസ് ബദറുദ്ദീൻ പറഞ്ഞ കാര്യം ജുഡീഷ്യൽ ഡ്യൂട്ടി ഡിസ്ചാർജ് ചെയ്തുകൊണ്ടാണ്. അദ്ദേഹം പറഞ്ഞ എന്ത് ഒബ്സർവേഷനും അദ്ദേഹം എഴുതി വെച്ച വിധിയിൽ പറഞ്ഞിരിക്കുന്ന ഓറലായിട്ടുള്ള ഒബ്സർവേഷനോ റിട്ടേൺ ആയിട്ട് എഴുതിയിട്ടുള്ള ഓർഡറിനെ പറ്റി ഒന്നും സഭയിൽ ഡിസ്കസ് ചെയ്യാൻ ആർക്കും, മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ ആർക്കും അവകാശമില്ല. അങ്ങനെ ഒരു ഡിസ്കഷൻ സ്പീക്കർ അനുവദിച്ചു കൊടുക്കാൻ പാടുള്ളതല്ല. ഇപ്പോൾ പ്രതിപക്ഷം ഈ പ്രശ്നം സഭയിൽ ഉയർത്തി കാണിച്ചിരിക്കുന്നതിന് 2 പ്രധാനപ്പെട്ട അർത്ഥങ്ങളുണ്ട്. ഒന്ന്, സാധാരണ ഒരു ചോദ്യം ഇപ്പോൾ ഭരണപക്ഷം ചോദിക്കുന്നതാണ്, SITയുടെ പരിഗണനയില്ല, ഹൈക്കോടതി പരിശോധിച്ചുകൊണ്ടിരിക്കില്ല, പിന്നെ എന്തിനാണ്? സഭ എന്ന് പറയുന്നത് ജനങ്ങളെ പ്രതിനിധീകരിക്കുന്ന മെമ്പേഴ്സാണ് അവിടെ ഇരിക്കുന്നത്. ജനസമക്ഷത്തിൽ ഈ ഒരു കാര്യം കോടതികൾ മേൽനോട്ടം വഹിക്കുന്നത് കൂടാതെ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റേജിൽ എങ്ങനെയാണ് നടക്കുന്നത്, അവിടെ ഒരു ഇൻ്റർഫിയറൻസ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള ഒരു ചോദ്യം ജനങ്ങളുടെ ഇടയിൽ ചർച്ചയാകേണ്ടതുണ്ട്. ആ ഒരു വിഷയം പ്രധാനമായിട്ടും ഉയർത്തിക്കാട്ടാൻ വേണ്ടി തന്നെയാണ് സഭയിൽ ഈ പ്രശ്നം ഉന്നയിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഭരണപക്ഷം ചെയ്തത് ഇതിനിടയിൽ ഡിസ്ട്രാക്റ്റിംഗ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ, അതായത് ഒരു പാട്ട് എഴുതിയവർക്കെതിരെ ക്രിമിനൽ കേസ് എടുക്കുക, പിന്നീട് അത് വേണ്ടെന്ന് വെക്കുക, ഇങ്ങനെയൊക്കെയുള്ള ചില
ഡിസ്ട്രാക്റ്റിംഗ് ടെക്നിക്സ് ഉപയോഗിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെ എന്തൊക്കെയാണ് കോപ്പറേഷൻ നടക്കാത്തത്. ഇതിനകത്ത് പ്രശ്നം വരാൻ പോകുന്നത് 90 ദിവസത്തിനകത്ത് ഒരു ചാർജ് ഷീറ്റ് ഫയൽ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡീഫോൾട്ട് ബെയിൽ കൊടുക്കുക എന്നുള്ളത് മാൻഡേറ്ററിയാണ്. സുപ്രീം കോടതി ജഡ്ജ്മെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഡിലേ അൺഡ്യൂ ആയിട്ട് ഒരു സാധാരണ ഇൻവെസ്റ്റിഗേഷനോ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമോ എന്താണെങ്കിലും ഡിലേ അങ്ങനെ വെറുതെ വെച്ച് താമസിപ്പിക്കാൻ കഴിയില്ല. വെച്ച് താമസിപ്പിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഒരു നാച്ചുറൽ കോൺസിക്വൻസ് എന്ന് പറയുന്നത് കോടതി പരിഗണിക്കുമ്പോൾ അത് പുറത്ത് ഇറക്കാതിരിക്കാനുള്ള തെളിവുകളുമായി തന്നെ വരേണ്ടി വരും അല്ലേ? തെളിവുകളുണ്ടെങ്കിലും പിന്നെ ചാർജ് ഷീറ്റ് ഫയൽ ചെയ്യാത്തിടത്തോളം, ചാർജ് ഷീറ്റ് ഫയൽ ചെയ്തിട്ടില്ലെങ്കിൽ സീരിയസ് ആയിട്ടുള്ള ഒഫൻസിൽ 10 വർഷത്തിൽ കൂടുതൽ ശിക്ഷ കിട്ടാവുന്ന അല്ലെങ്കിൽ അതുപോലുള്ള സീരിയസ് ആയിട്ടുള്ള ഒഫൻസാണ് എന്ന് ബോധ്യം വരുന്ന കേസുകളിൽ പോലും 90 ദിവസത്തിൽ കൂടുതൽ കസ്റ്റഡിയിൽ വെക്കാൻ കോടതിക്ക് അധികാരമില്ല. അപ്പോൾ ഡീഫോൾട്ട് ബെയിൽ കൊടുത്തേ പറ്റൂ എന്ന് സുപ്രീം കോടതി വിധികളുണ്ട്. പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്. സുപ്രീം കോടതി കഴിഞ്ഞ മാസം അവസാനം പറഞ്ഞൊരു വിധിയിൽ പറയുകയാണ്, ഈ ഒരു അന്വേഷണ ഏജൻസിയോടും ഇത്ര ദിവസത്തിനകത്ത് നിങ്ങൾ ചാർജ് ഷീറ്റ് ഫയൽ ചെയ്തിരിക്കണം എന്ന് നിർബന്ധിക്കാൻ ഒരു റിട്ട് കോടതിക്ക് അധികാരവുമില്ല. അപ്പോൾ കോടതികൾക്ക് നിയമത്തിൻ്റെതായിട്ടുള്ള പരിമിതികളുണ്ട്. അപ്പോൾ അന്വേഷണ ഏജൻസിയെ വിശ്വസിക്കുക എന്നുള്ള ഒരു ഘട്ടത്തിലാണ് നമ്മളിപ്പോൾ. വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് വേറെ വഴിയില്ല. അപ്പോൾ അവിടെ ഇന്റർഫിയറൻസ് വരുന്നുണ്ടെങ്കിൽ ആരാണ് ഈ പ്രശ്നം ഉയർത്തി കാണിക്കേണ്ടത്? പ്രതിപക്ഷത്തിന്റെ ജോലിയാണ് അവർ നിർവഹിക്കുന്നത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.